നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാർ ജില്ലയിൽ വൻകിട വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിലൂടെ ഇടുക്കി കൂടുതൽ മിടുക്കിയാകുന്നുവെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. അടിമാലി ലക്ഷം വീട് ഭാഗത്ത് ദേശീയപാതയോരത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നു. അതേസമയം മണ്ണിടിച്ചിലുണ്ടായതിന് സമീപം രൂപം കൊണ്ടുള്ള വിള്ളൽ ആശങ്കയുയർത്തുന്നു. 2018 പ്രളയത്തിൽ തകർന്ന റോഡ് പുനർനിർമ്മിക്കാത്തതിനെ തുടർന്ന് ഇടുക്കി കട്ടപ്പനയിൽ 30ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. റോഡ് നിർമ്മാണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച 45 ലക്ഷം ചിലവഴിക്കാതെ നഷ്ടപ്പെടുത്തി. സഭയ്ക്ക് നീതി ഉറപ്പാക്കി തരുന്ന ഭരണാധികാരികൾ വിലമതിക്കപ്പെടുമെന്ന് യാക്കോബായ സഭ അധ്യക്ഷൻ ആബൂൺ മോർ ബസാലിയോസ് ജോസഫ് ബാവ. സഭയുടെ ദുർബല നിമിഷത്തിൽ സർക്കാർ കൂടെ നിന്നിട്ടുള്ളത് മറക്കില്ലെന്നും അദ്ദേഹം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സർക്കാർ ജില്ലയിൽ വൻകിട വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിലൂടെ ഇടുക്കി കൂടുതൽ മിടുക്കിയാകുന്നുവെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. നത്തുകല്ല് അടിമാലി റോഡിന്റെ നിർമ്മാണോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ഉടുമ്പൻചോല ദേവികുളം നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡാണ് നത്തുകല്ല് അടിമാലി റോഡ്. കിഫ്ബി വഴി അനുവദിച്ച 55,6,00,000 രൂപ ചെലവഴിച്ച 26.246 കിലോമീറ്റർ BMBC നിലവാരത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത്. ജില്ലയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായ കട്ടപ്പനയെയും അടിമാലിയെയും കുറഞ്ഞ ദൂരത്തിൽ ബന്ധിപ്പിക്കുന്ന പാത കൂടിയാണിത്. കൂടാതെ ടൂറിസം കേന്ദ്രങ്ങളായ മൂന്നാറിലേക്കും തേക്കടിയിലേക്കും കുറഞ്ഞ ദൂരത്തിൽ ഈ റോഡ് വഴി എത്തിച്ചേരാനാകും. റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം ഓൺലൈനായി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ജില്ലയിലെ വൻകിട വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെ ഇടുക്കി കൂടുതൽ മിടുക്കിയാവുകയാണെന്ന് മന്ത്രി പറഞ്ഞു. റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ ശിലാഫലക അനാച്ഛാദനവും മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. എം.എം. മണി MLA മുഖ്യപ്രഭാഷണം നടത്തി. തിരുവനന്തപുരം KRFB PMU പ്രോജക്ട് ഡയറക്ടർ അശോക് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മേലച്ചിനാറിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നേർണാക്കുന്നേൽ, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ, നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ, PWD ജീവനക്കാർ, വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ കൊന്നത്തടി. അടിമാലി ലക്ഷം വീട് ഭാഗത്ത് ദേശീയപാതയോരത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നു. അതേസമയം മണ്ണിടിച്ചിലുണ്ടായതിന് സമീപം രൂപം കൊണ്ടുള്ള വിള്ളൽ ആശങ്കയായി നിലനിൽക്കുകയാണ്. റോഡിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് വാഹനങ്ങൾ പോകും വിധം നീക്കിയെങ്കിലും പാത ഗതാഗതത്തിനായി തുറന്നു നൽകിയിട്ടില്ല. ഇടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ദുരന്ത മേഖലയിലൂടെ സഞ്ചരിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ദേശീയപാത 85 അടിമാലി ലക്ഷം വീട് ഭാഗത്ത് വലിയ തോതിൽ മണ്ണിടിച്ചിൽ ദുരന്തം സംഭവിച്ചത്. 9 വീടുകൾ പൂർണ്ണമായി തകരുകയും ഒരാളുടെ ജീവൻ നഷ്ടമാവുകയും ചെയ്തിരുന്നു. ദുരന്തം നടന്ന ഒരാഴ്ച പിന്നിട്ട ശേഷമായിരുന്നു ദേശീയപാതയിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് നീക്കുന്ന ജോലികൾക്ക് തുടക്കം കുറിച്ചത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്നുണ്ട്. മണ്ണ് നീക്കി പ്രദേശത്തിന്റെ ബലക്ഷമത ഉറപ്പുവരുത്തിയ ശേഷമാകും സംരക്ഷണ ഭിത്തി നിർമ്മാണമടക്കമുള്ള തുടർ നടപടികളിലേക്ക് നിർമ്മാണ കമ്പനി കടക്കുക. റോഡിലേക്ക് ഇടിഞ്ഞെത്തിയ മണ്ണ് വാഹനങ്ങൾ പോകും വിധം നീക്കിയെങ്കിലും പാത ഗതാഗതത്തിനായി തുറന്നു നൽകിയിട്ടില്ല. മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ദുരന്ത മേഖലയിലൂടെ സഞ്ചരിക്കരുതെന്നും നിർദ്ദേശമുണ്ട്. അതേസമയം മണ്ണിടിച്ചിൽ ഉണ്ടായതിന് സമീപം രൂപം കൊണ്ടിട്ടുള്ള വിള്ളൽ ആശങ്കയായി നിലനിൽക്കുകയാണ്. ഈ വിള്ളലിൽ വലിപ്പമാർജിക്കുന്നതായി പ്രദേശവാസികൾ ആശങ്ക ഉന്നയിക്കുന്നു. മണ്ണിടിച്ചിൽ സംഭവിക്കും മുമ്പ് പ്രദേശത്ത് സമാന രീതിയിൽ വിള്ളൽ രൂപം കൊണ്ടിരുന്നു. ഈ ഭാഗമായിരുന്നു പിന്നീട് ഇടിഞ്ഞു വലിയ ദുരന്തമായി മാറിയത്. മഴ പെയ്ത വിള്ളലിലൂടെ വെള്ളമിറങ്ങിയാൽ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയാകുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട്. സിറ്റി വിഷൻ അടിമാലി. 2018 പ്രളയത്തിൽ തകർന്ന റോഡ് പുനർനിർമ്മിക്കാത്തതിനെ തുടർന്ന് ഇടുക്കി കട്ടപ്പനയിൽ 30ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. റോഡ് നിർമ്മാണത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച 45 ലക്ഷം രൂപ ചെലവഴിക്കാതെ നഷ്ടപ്പെടുകയും ചെയ്തു. മണ്ണിടിച്ചിൽ ഭീഷണി മൂലം പല കുടുംബങ്ങളും വീട് ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു. 2018 ആഗസ്റ്റിലുണ്ടായ പ്രളയത്തിലാണ് കട്ടപ്പന ടൗണിന് സമീപമുള്ള കല്ലുകുന്നിൽ 30ഓളം കുടുംബങ്ങൾ ഉപയോഗിച്ചിരുന്ന റോഡ് തകർന്നത്. റോഡിനോട് ചേർന്നുള്ള വീടുകളും അപകടാവസ്ഥയിലായി. 7 വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് തന്നെ കിടക്കുന്നത്. ഞാനാണ് ക്യാൻസർ പേഷ്യൻറ്റും കൂടെ. ഒരു വീടാണേലും വെച്ച് കിടക്കാൻ ആഗ്രഹമില്ലാത്ത മനുഷ്യരുണ്ടോ ഇപ്പോൾ? റോഡ് തകർന്നതോടെ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ഇപ്പോൾ മാർഗമില്ല. ക്യാൻസർ പേഷ്യൻ്റ് ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഈ വഴി എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ അത്യാവശ്യമാണ്. ഇതുവരെ ഇതിനൊരു ഫണ്ട് ഈ 2018 പോയിട്ട് ഈ 7 വർഷം
കഴിഞ്ഞു ഈ വഴി ഇവിടെ പോയിട്ട്. ഇതുവരെ ഇതിന് ഒരു ഫണ്ടും നമുക്ക് ലഭിച്ചിട്ടില്ല. പരാതികളും നിവേദനങ്ങളും നൽകി നാട്ടുകാർ മടുത്തു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ബഹിഷ്കരിച്ചു. എന്നിട്ടും അധികൃതർക്ക് അനക്കമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളൊരു ഇലക്ഷൻ ബഹിഷ്കരിച്ചതാണ്. അത് വീണ്ടും ഈ പ്രാവശ്യം ബഹിഷ്കരിക്കാൻ വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് എല്ലായിടത്തും പരാതി കൊടുത്ത് മടുത്തു, കയറി ഇറങ്ങി മടുത്തു. വഴിയില്ലാത്തതിനാൽ ലൈഫ് ഭവന പദ്ധതിയിലുള്ള വീട് നിർമ്മാണം പോലും മുടങ്ങിയിരിക്കുന്ന സാഹചര്യം. കയറിക്കിടക്കാൻ ഒരു വീടെന്ന സ്വപ്നം ഇവർക്ക് ഇനിയും അകലെയാണ്. പലരും വീടും സ്ഥലവും ഉപേക്ഷിച്ച ഇവിടെ നിന്നും കുടിയൊഴിഞ്ഞു. ഹോസ്പിറ്റലിൽ പോകാനുള്ള അവസ്ഥയില്ല. ഒരാളെ ഒന്ന് മരിച്ചാൽ പോലും നമ്മൾ തെരുവിൽ കിടക്കുന്ന പട്ടി എങ്ങനെയാണ് നമ്മൾ അവിടെ നിന്ന് എടുത്തു മാറ്റുന്നത്? ആ അവസ്ഥയിൽ പിക്കപ്പിൻ്റെ പുറയിലിട്ടാണ് കൊണ്ടിരുന്നത്. അത്രയും ശോചനീയ അവസ്ഥയിൽ ഞങ്ങൾ. പിന്നെ ഇത് ഇങ്ങോട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരു ഗ്യാസ് കുറ്റി പോലും എടുത്തുകൊണ്ട് വരണമെങ്കിൽ ഒന്നിൽ മാസ് ഹോട്ടലിൻ്റെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരണം, അല്ലെങ്കിൽ കല്ലൂന്ന് മാച്ചേരിപ്പടിയിൽ നിന്ന് താഴോട്ട് ചുമന്നുകൊണ്ട് വരണം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിച്ച് 45 ലക്ഷം രൂപ ചിലവഴിക്കാതെ നഷ്ടപ്പെട്ടു. 1.5 കോടിയോളം രൂപ വേണം റോഡ് നിർമ്മാണം പൂർത്തിയാക്കാൻ. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൈമലർത്തിയതോടെ 7 വർഷമായി തീരാ ദുരിതത്തിലാണ് ഈ കുടുംബങ്ങൾ. 45 ലക്ഷം രൂപ CMLRRP ഫണ്ടിൽ നിന്ന് അനുവദിച്ച് കിട്ടി. പക്ഷേ അത് ലാപ്സായി പോയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അതിന് പ്രകാരം ഞങ്ങൾ മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തിരുന്നു. മുഖ്യമന്ത്രിക്ക് തിരിച്ച് അതിൻ്റെ റിപ്ലൈ വന്നിട്ടുണ്ട്. സിറ്റി വിഷൻ കട്ടപ്പന. PMGSY പദ്ധതി പ്രകാരമുള്ള റോഡിന്റെ നിർമ്മാണം നിലച്ചതോടെ ദുരിതത്തിലായിരിക്കുകയാണ് നാട്ടുകാർ. ഇടുക്കി സേനാപതി പഞ്ചായത്തിലെ ചേരിയാർ പള്ളിക്കുന്ന് റോഡാണ് നിർമ്മാണം നിലച്ച് നാട്ടുകാർക്ക് യാത്രാ ദുരിതം സമ്മാനിക്കുന്നത്. ശോചനീയാവസ്ഥയിലായി കിടന്ന 3.9 കിലോമീറ്റർ റോഡ് നിർമ്മിക്കാൻ 4 വർഷം മുമ്പാണ് 3,25 ലക്ഷം രൂപ അനുവദിച്ചത്. പണം അനുവദിച്ചതിന് ശേഷവും ടെൻഡർ നടപടികൾ വൈകി. പിന്നീട് 2024 ഓഗസ്റ്റിൽ റോഡിന്റെ നിർമ്മാണം ആരംഭിച്ചു. ഇതിനിടയിൽ കരാറുകാരൻ റോഡ് നിർമ്മാണം പലതവണ നിർത്തിവെച്ചു. ഇതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഇതോടെ കരാറുകാരൻ എർത്ത് വർക്കും സോളിംഗും പൂർത്തീകരിച്ചു. എന്നാൽ ഇതിനുശേഷം ഒരുവിധ നിർമ്മാണവും നടത്തിയിട്ടില്ല. സോളിംഗ് ചെയ്ത് മാസങ്ങൾ പിന്നിട്ട് റോഡിലൂടെ വാഹനങ്ങളുമായി പോകുവാൻ പോലും കഴിയാത്ത വിധം തകർന്നിരിക്കുന്ന അവസ്ഥ. ഇളകിക്കിടക്കുന്ന കല്ലുകൾ വാഹനങ്ങൾ കടന്നുപോകുന്ന സമയത്ത് തെറിച്ച് സമീപത്തെ വീടുകളുടെ ചില്ലുകൾ തകരുന്ന സംഭവവും ഉണ്ടായിട്ടുണ്ട്. ഇതും അപകട ഭീഷണി ഉയർത്തുന്നു. ഇത് സംഭവിച്ചത് ഇതിലെ PMG പദ്ധതിയിൽപ്പെടുത്ത റോഡാണിത്. ചേരാർ പള്ളിക്കുന്ന്. ഇത് പണി തുടങ്ങിയിട്ട് 2-3 വർഷക്കാലമായി. ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് മിക്സിലിട്ട് ഒതുക്കിച്ച് പോയതാണ്. ഇന്നലെ ജീപ്പ് പോയപ്പോൾ കല്ല് തെറിച്ച് വന്നുകൊണ്ടാണ് എൻ്റെ ഈ ജനൽ പൊട്ടി കല്ല് ബെഡിൽ ചാടിയത്. പിള്ളേർ അവിടെ ഇല്ലാത്തവരും വലിയൊരു ഭാഗ്യമായി പോയി. ഇപ്പോൾ ജനലും പൊട്ടി ഗ്ലാസും പോയി. ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു നിവൃത്തിയില്ല. ഇപ്പോൾ ഇത് കരാറുകാരനെ ഇന്നലെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒന്നുകിൽ ജനുവരിയിലെ പണിയുള്ളൂ അല്ലെങ്കിൽ ഡിസംബറിൽ തുടങ്ങുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയി കേസ് കൊടുക്കാനാണ് പുള്ളി പറഞ്ഞത്. നാട്ടുകാർക്ക് ദുരിതമായി മാറിയ റോഡിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുവാനാണ് നാട്ടുകാരുടെ തീരുമാനം. അതേസമയം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്ന് കാണിച്ച് കരാറുകാരന് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ പറയുന്നത്. എന്നാൽ നിർമ്മാണം ആരംഭിച്ചതു മുതൽ നിരവധി തവണ നിർമ്മാണം നിർത്തിയ കരാറുകാരൻ പോയിട്ടും ഇയാളെ സഹായിക്കുന്ന നിലപാടാണ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സ്വീകരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. സിറ്റി വിഷൻ സേനാപതി. സഭയ്ക്ക് നീതി ഉറപ്പാക്കി തരുന്ന ഭരണാധികാരികൾ വിലമതിക്കപ്പെടുമെന്ന് യാക്കോബായ സഭാ അധ്യക്ഷൻ ആബൂൺ മോർ ബെസേലിയോസ് ജോസഫ് ബാവ. സഭയുടെ ദുർബല നിമിഷത്തിൽ സർക്കാർ കൂടെ നിന്നിട്ടുള്ളത് മറക്കില്ല. തെരഞ്ഞെടുപ്പിൽ LDFിനോടുള്ള അനുകൂല സമീപനം തുടരുമോ എന്ന ചോദ്യത്തോടെ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഇഷ്ടമാണ്. സഭയിലെ വിശ്വാസികൾക്ക് അവരുടേതായ രാഷ്ട്രീയമുണ്ട്. പോലീസ് സംരക്ഷണത്തിൽ പള്ളികൾ പിടിച്ചെടുക്കുന്നത് നീതികേടാണെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു. സഭയ്ക്ക് ഒരു ദോഷം വരാതെ ഗവൺമെൻറ് ആ കാര്യത്തിൽ ഇടപെടുമെന്ന് തന്നെയാണ് ആവശ്യം വന്നാൽ ഇടപെടുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതേസമയം ഒരു വിഭാഗത്തെ സംരക്ഷിക്കുമ്പോൾ മറുവിഭാഗത്തിന് ദോഷം വരാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മളുടെ കൈവശം ഇരിക്കുന്ന ദേവാലയങ്ങളാണ് നമ്മൾ അതിൽ തുടർന്നും ആരാധിക്കുവാനുള്ള അവകാശം നമുക്ക് വേണമെന്ന് പറയും. നഷ്ടപ്പെട്ടു പോയ ദേവാലയങ്ങൾ സംബന്ധിച്ചൊക്കെ ഒത്തിരി ആശങ്കയുണ്ട്. നഷ്ടപ്പെട്ടു പോയ ദേവാലയങ്ങളിലെ സെമിത്തേരികളിൽ സംസ്കാരത്തിനൊക്കെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതിലൊക്കെ വിശ്വാസികൾക്ക് അല്പം ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ട്. അതെല്ലാം പരിഹരിക്കപ്പെടണം. അതോടൊപ്പം തന്നെ ശത്രുതയോടുകൂടി ഒന്നും മറുവിഭാഗവുമായിട്ട് അവരെ കാണുന്നില്ല.
സൗഹൃദ സംഭാഷണങ്ങളിലൂടെ സഹോദരങ്ങളെ പോലെ സംസാരിച്ച് പരസ്പരമുള്ള ആദരവിലും സ്നേഹത്തിലും മുന്നോട്ട് പോകാനുള്ള വഴികൾ ഇതോടൊപ്പം തന്നെ തേടുക എന്നുള്ളതും രണ്ട് സഭയിലെ നേതൃത്വം അങ്ങനെ ആഗ്രഹിക്കണമെന്നാണ് എൻ്റെയും ആഗ്രഹവും പ്രാർത്ഥനയും. പറയപ്പെടുന്നില്ല, പക്ഷേ അത് എല്ലാവർക്കും നല്ലതായിരിക്കും. ഞങ്ങൾക്ക് മാത്രമല്ല, ഭാവിയിൽ ലീഗലി പോകുമ്പോൾ അതെങ്ങനെയൊക്കെ വരുമെന്ന് പറയാനൊക്കെ ഒരു ശാശ്വത പരിഹാരത്തിന് ഗവൺമെൻറ് ഒരു നിലപാടെടുത്ത് അത് സഹോദരങ്ങളായ ഞങ്ങളുടെ സഭയ്ക്ക് ദോഷം വരാത്ത രീതിയിലുള്ള നിലപാടുകളാകുമ്പോൾ അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടതിൽ എത്തിച്ചു എന്ന് ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് വരികയാണെങ്കിൽ അതിന് കോടതിയുടെ വിധികളുമൊക്കെ അതിനോട് ചേർത്ത് വയ്ക്കാനായിട്ട് സാധിക്കും, ഈ നിരീക്ഷണങ്ങളുമൊക്കെ. അങ്ങനെയാകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു അത് ഒരു നൂറ്റാണ്ടായി നിലനിൽക്കുന്ന തർക്കത്തിൻ്റെ ഒരു ശാശ്വത പരിഹാരമായിട്ട് അതിന് മാറാൻ പറ്റും. അതിൽ ഞങ്ങളുടെ സഭ മാത്രമല്ല, ഓർത്തഡോക്സ് സഭയും അത് സ്വാഗതം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപക്ഷെ ഔദ്യോഗികമായിട്ട് അവർക്ക് അതിനൊക്കെ ചില പരിമിതികളൊക്കെ ഉണ്ടാകാമെങ്കിലും അവിടെയുള്ള വലിയൊരു വിശ്വാസി സമൂഹം ഇത് തീരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി അല്ലേ, ഒരടിക്കുന്നതും വ്യവഹാരവും തർക്കങ്ങളും ഇതുപോലെയുള്ള സംഘർഷങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ നാടിന്, നമ്മുടെ കേരളത്തിന്, ഇവിടുത്തെ ഐക്യത്തിനും നല്ലതല്ല. പരിഹാരമാർഗം പലതുണ്ട് മുന്നിൽ. ഗവൺമെൻറ്റിൻ്റെ ആ ഒരു നീക്കം അതിൻ്റെ ഫൈനാലിറ്റിയിലേക്ക് വരുവാണെങ്കിൽ അതെല്ലാം കൊണ്ടും എല്ലാവർക്കും ആശ്വാസമായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മറയൂർ ചന്ദന റിസർവിൽ ജനവാസ മേഖലയോട് ചേർന്ന് പുലിയുടെ സാന്നിധ്യം. നാച്ചുവയൽ കുപ്പനോട് ഭാഗത്താണ് മരത്തിലിരിക്കുന്ന പുലിയെ കണ്ടത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് പ്രദേശത്ത് പുലിയെ കണ്ടത്. മറയൂർ ചന്ദന റിസർവിൽ ജനവാസ മേഖലയോട് ചേർന്ന പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത് ആശങ്കയാവുകയാണ്. നാച്ചുവയൽ കുപ്പനോട് ഭാഗത്താണ് മരത്തിലിരിക്കുന്ന പുലിയെ നാട്ടുകാർ കണ്ടത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായാണ് പ്രദേശത്ത് പുലിയെ കണ്ടത്. പുലിയുടെ സാന്നിധ്യം ഉണ്ടായതോടെ ചന്ദന റിസർവിലെ താൽക്കാലിക വാച്ചർമാർ ഉൾപ്പെടെയുള്ളവർ ആശങ്കയിലാണ്. രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്നത് ജീവൻ പണയം വെച്ചെന്ന് വാച്ചർമാർ പറയുന്നു. പുലിയെ കൂടുവെച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, മറയൂർ. മൂന്നാറിലേക്ക് എത്തുന്ന ടൂറിസ്റ്റ് ബസ്സുകളിൽ കാതടുപ്പിക്കുന്ന തരത്തിൽ പാട്ട് വയ്ക്കുന്നതും റോഡരികിൽ വാഹനം നിർത്തിയിട്ട് സഞ്ചാരികൾ ഡാൻസ് കളിക്കുന്നതും വലിയ പ്രതിസന്ധിയായി മാറുന്നു. പലപ്പോഴും ഇത്തരം സാഹചര്യം ഗതാഗത കുരുക്കിനടക്കം കാരണമാകുന്നുണ്ടെന്നും നാട്ടുകാരടക്കം പരാതി പറയുന്നു. എന്നാൽ ഇത്തരം വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. കൊത്തിറക്കവും കൊടും വളവുകളും നിറഞ്ഞ മൂന്നാർ മേഖലയിലെ റോഡുകളിലൂടെയാണ് വിനോദസഞ്ചാരികളുമായി വരുന്ന വലിയ വാഹനങ്ങൾ കാതടപ്പിക്കുന്ന രീതിയിൽ വാക്ക് സ്പീക്കർ വഴി പാട്ടുവെച്ചു പോകുന്നത്. എതിരെ വരുന്ന വാഹനങ്ങൾ ഹോൺ മുഴക്കിയാൽ പോലും കേൾക്കാൻ കഴിയില്ല. ഇതും വലിയ അപകട സാധ്യതയാണ് ഉയർത്തുന്നത്. ഇത് മാത്രമല്ല, വീതി കുറഞ്ഞ റോഡരികുകളിൽ വാഹനങ്ങൾ നിർത്തിയതിനു ശേഷം സഞ്ചാരികൾ റോഡിലിറങ്ങി ഡാൻസ് കളിക്കുന്നതും മറ്റൊരു പ്രതിസന്ധിയാണ്. ഇത് പലപ്പോഴും ഗതാഗത കുരുക്കിനും കാരണമാകുന്നുവെന്നാണ് നാട്ടുകാരുടെ പരാതി. നാട്ടുകാർക്കും മറ്റു സഞ്ചാരികൾക്കും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലെത്തുന്ന ഇത്തരം വാഹനങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുവാൻ മോട്ടോർ വാഹന വകുപ്പും പോലീസും തയ്യാറാകണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. സിറ്റി വിഷൻ, മൂന്നാർ. ഇനി മനോഹര കാഴ്ചകളുമായി ബ്യൂട്ടി സ്പോട്ട്. ഇടുക്കിയുടെ ഏലമലക്കാടുകൾ വിസ്മയ കാഴ്ചകൾ ഒളിഞ്ഞിരിക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ കൂടിയാണ്. ആരാലും അറിയപ്പെടാത്ത ദൃശ്യമനോഹാരിത ഇനിയുമുണ്ട് ഇടുക്കിയുടെ മലമടക്കുകളിൽ. ഇടുക്കിയുടെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തിനോട് ചേർന്ന മനോഹാരിതയിൽ ചാലിച്ചൊഴുകുന്ന ഒരു വെള്ളച്ചാട്ടം ആരാലും അറിയപ്പെടാതെ ഇടുക്കിയുടെ ഏലമലക്കാടിനുള്ളിൽ ഒളിപ്പിച്ച ആ വെള്ളച്ചാട്ടത്തിന്റെ മനോഹര കാഴ്ച ഒന്ന് കാണാം.
ഇടുക്കിയുടെ മലനിരകളിൽ ഒളിഞ്ഞിരിക്കുന്ന വിസ്മയ കാഴ്ചകൾ എന്ന് കണ്ടു തീർക്കുമെന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. കാരണം അത്രയേറെ കാഴ്ചകളുടെ വിസ്മയ ലോകമാണ് മലയോരം. അത്തരം കാഴ്ചകളിൽ ഒന്നാണ് സഞ്ചാരികളുടെയും വ്ളോഗർമാരുടെയും കണ്ണിൽപ്പെടാതെ ഏലമലക്കാടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ പരിശുദ്ധമായ വെള്ളച്ചാട്ടം. ഇടുക്കിയുടെ കുട്ടനാടെന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തിനോട് ചേർന്നുള്ള പാറക്കുഴി വെള്ളച്ചാട്ടം 350 മീറ്റർ ഉയരത്തിൽ നിന്നും പാറകളിൽ തട്ടി ചിന്നിച്ചിതറി ഒഴുകുന്ന ഈ കാഴ്ച ആരെയും ആകർഷിക്കുന്നതാണ്. മുട്ടുകാട് പാടശേഖരത്തിനോട് ചേർന്ന് ചിന്നക്കനാൽ പഞ്ചായത്തിലാണ് ഈ ജലപാതമുള്ളത്. ഇരുവശങ്ങളും ഏലക്കാടാൽ ചുറ്റപ്പെട്ട ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിപ്പെടാൻ വഴികളൊന്നുമില്ലാത്തതാണ് മറഞ്ഞിരിക്കാൻ പ്രധാന കാരണം. സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ സാധിക്കൂ. പിന്നെ ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാനായിട്ടൊരു വഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉള്ള ഒരു സ്ഥലത്തോടെയാണ് നമ്മൾ കിടന്നു വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ നമ്മളെ പഞ്ചായത്തിൽ നിന്നുള്ള അധികൃതരൊക്കെ ഇടപെട്ടൊരു വഴിയും കാര്യങ്ങളും ഒക്കെ സെറ്റുവാണെങ്കിൽ പുറത്തു വരുന്ന കാഴ്ചക്കാർക്കൊക്കെ ഭയങ്കര ഒരു ഫലപ്രദമായിരിക്കും കാണാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട്. കാരണം നമ്മളെ മുട്ടുകാട് പാടം കാണാനൊക്കെ ആയിട്ട് നിരവധി ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്നതാണ്. അപ്പം പഞ്ചായത്തും ബാക്കിയുള്ള അധികൃതരൊക്കെ ഒന്ന് ശ്രമിക്കുകയാണെങ്കിൽ നമുക്കിവിടെ നല്ലൊരു എക്സ്പ്ലോറിംഗ് സ്ഥലം തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. മൺസൂൺ കാലത്തും തുലാവർഷ മഴയിലുമാണ് വെള്ളച്ചാട്ടം ഏറെ ആകർഷകമാകുക. ഉപ്പാർ തോടിലാണ് ഈ നയന മനോഹരമായ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ദേവികുളം സീതാദേവി തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന വെള്ളം ചിന്നക്കനാൽ പവർ ഹൗസ് വെള്ളച്ചാട്ടവും കടന്നാണ് മുട്ടുകാട് പാറക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത്. പാറക്കുഴിയിലേക്ക് പതിക്കുന്നതിനാലാകാം പഴമക്കാർ പാറക്കുഴി വെള്ളച്ചാട്ടം എന്ന് വിളിച്ചു പോരുന്നത്. ചിന്നക്കനാലിലെ പെരിയ കനാലിൽ നിന്നും രാജാക്കാട് രാജകുമാരി ഭാഗത്തു നിന്നും മുട്ടുകാട് പാടശേഖരത്തിലേക്കും എത്തിച്ചേരാം. പാടശേഖരത്തിലൂടെയും ഏലത്തോട്ടത്തിലൂടെയും 500 മീറ്റർ സഞ്ചരിച്ചാൽ ഈ നയന മനോഹരമായ വെള്ളച്ചാട്ടം ആസ്വദിക്കുവാൻ സാധിക്കും. ത്രിതല പഞ്ചായത്തുകൾ വെള്ളച്ചാട്ടം ഏറ്റെടുത്ത് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഈ വെള്ളച്ചാട്ടവും ഇടുക്കിയുടെ ടൂറിസം രംഗത്തെ മറ്റൊരു നേട്ടമായി മാറും. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. ഇടുക്കി വോളിബോൾ അക്കാദമി നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ജില്ലയിൽ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കായിക രംഗത്ത് ഒട്ടേറെ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ടെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. 1.5 കോടി രൂപ ചിലവഴിച്ചാണ് ഇടുക്കി വോളിബോൾ അക്കാദമിയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. വുഡൻ കോർട്ട്, ഇൻഡോർ കോർട്ട്, ഓപ്പൺ കോർട്ട്, അക്കാദമി ഹോസ്റ്റൽ എന്നിവയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തുക. നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കുട്ടികളുടെ കായിക വളർച്ച ലക്ഷ്യമിട്ട് നെടുങ്കണ്ടത്തും മൂന്നാറിലും സ്റ്റേഡിയങ്ങളും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വോളിബോളിനോടുള്ള തന്റെ താല്പര്യവും ഭാവിയിൽ കുട്ടികൾക്ക് പ്രയോജനകരമാകുമെന്നത് പരിഗണിച്ചാണ് ഇടുക്കിയിൽ വോളിബോൾ അക്കാദമി സ്ഥാപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ഇടുക്കി വോളിബോൾ അക്കാദമിയുടെ നവീകരണത്തിന് പ്രത്യേക പരിഗണന നൽകിയ കായിക മന്ത്രി വി അബ്ദുൾ റഹ്മാന്റെ ഇടപെടൽ പ്രശംസനീയമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ വോളിബോൾ അക്കാദമിയെയും നമുക്ക് നവീകരിക്കാനായിട്ട് സാധിക്കുന്നത്. 2003 കാലഘട്ടത്തിൽ ആണെന്ന് എനിക്ക് തോന്നുന്നു അക്കാദമി നമുക്ക് ആരംഭിക്കാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ പ്രത്യേക സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എനിക്ക് വോളിബോളിനോടുള്ള വലിയൊരു താല്പര്യം, അങ്ങനെയാണ് എനിക്ക് അക്കാദമി എന്നൊരു സങ്കല്പത്തിൽ ഞാൻ ഓടി നടന്നത്. ഒരു യൂണിവേഴ്സിറ്റി പ്ലെയറായി വോളിബോൾ കളിച്ചു. ആ നിലയിൽ വളർന്നു വരാനുള്ള കായിക രംഗത്തെ സൗകര്യങ്ങൾക്കൊക്കെ എനിക്ക് വേദിയാകാൻ അവസരം ഉണ്ടായപ്പോൾ ഒരു വോളിബോൾ അക്കാദമി തന്നെ ഇവിടെ രൂപപ്പെടുത്തിയാൽ കുട്ടികൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും എന്ന വിചാരത്തോട് യോജിച്ചുകൊണ്ട് തന്നെ ആ കാലത്ത് പ്രവർത്തനം ആരംഭിക്കാൻ കഴിഞ്ഞ ഒരു വലിയ സംരംഭമായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ സൂക്ഷിക്കുന്നത്. നമുക്ക് തുടർന്നും നല്ലവണ്ണം പോകണം. മെഡിക്കലായി പഠിച്ച് പുറത്തിറങ്ങി ജോലി മേടിച്ച് നമുക്ക് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ കൂടെ ഞങ്ങളെല്ലാം കടന്നു വരേണ്ടതാണ്. കായിക രംഗത്തെ മികവുപുലർത്താൻ എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എല്ലാവിധമായ ആശംസകളും നേരുന്നു. എൻ്റെ വാക്കുകൾ പ്രസംഗിക്കുകയും ഔപചാരികമായ ഈ നവീകരണ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചാൽ അറിയിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഇടുക്കിയുടെ കായിക വികസന രംഗത്ത് പ്രധാന പങ്കുവഹിച്ച മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യനെയും ചടങ്ങിൽ മന്ത്രി ആദരിച്ചു. കോളേജ് കാലഘട്ടത്തിലെ വോളിബോൾ കളിക്കാരൻ കൂടിയായ മന്ത്രി റോഷി അഗസ്റ്റിൻ തിരക്കിനിടയിലും അക്കാദമിയിലെ കുട്ടികൾക്കൊപ്പം പന്ത് തട്ടിയാണ് മടങ്ങിയത്.
ഇടുക്കി വോളിബോൾ അക്കാദമിയുടെ അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാക്കുന്നേൽ, മുൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് റോമിയോ സെബാസ്റ്റ്യൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ, സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ജേക്കബ് ജോസഫ്, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രഭാ തങ്കച്ചൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി PA ഷാജിമോൻ എന്നിവർ സംസാരിച്ചു. സിറ്റി വിഷൻ ഇടുക്കി. മറ്റു വാർത്തകൾ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. ഓഫറുകളുടെ ഓണക്കാലവുമായി വാഴാട്ട് സൂപ്പർ മാർക്കറ്റ് രാജാക്കാട്ടിൽ. എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും വമ്പൻ വിലക്കുറവിൽ. ഓഫറുകളുടെ പെരുമഴ. 1 കിലോയുടെ പുട്ടുപൊടി വാങ്ങിയാൽ കൂടെ 2 രൂപയ്ക്ക് 1/2 കിലോയുടെ പുട്ടുപൊടി. 1 കിലോയുടെ അപ്പപ്പൊടി വാങ്ങുമ്പോൾ ചിക്കൻ മസാല സൗജന്യം. സാമ്പാർ പൊടി വാങ്ങിയാലും ചിക്കൻ മസാല ഫ്രീ. 388 രൂപയ്ക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ. നാടൻ തേങ്ങ 78 രൂപയ്ക്ക്. കല്ലും കലർപ്പുമില്ലാത്ത കുത്തരി 199 രൂപയ്ക്ക് 5 കിലോ സോപ്പ് പൊടി. 130 രൂപയുടെ ബാർ സോപ്പ് വാങ്ങിയാൽ 130 രൂപയുടെ സോപ്പ് സൗജന്യം. സോപ്പ് ഓയിലുകൾക്ക് 80 രൂപ മുതൽ 90 രൂപ വരെ ഓഫർ. കൂടാതെ ലേഡീസ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ, പലചരക്ക്, ഗിഫ്റ്റ്, ഫാൻസി, ബ്യൂട്ടി, ടോയ് ഐറ്റംസ് ഇനി ഒരു കുടക്കീഴിൽ. ഇനി കുടുംബ ബഡ്ജറ്റിന്റെ താളം തെറ്റില്ല. വാഴാട്ട് സൂപ്പർ മാർക്കറ്റ്, പങ്കജ് ഹോട്ടലിന് സമീപം, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. CDSന് സ്വന്തമായി കെട്ടിടം നിർമ്മിക്കാൻ കഴിയുകയെന്നത് അഭിമാനകരമാണെന്ന് ശിലാസ്ഥാപനം നിർവഹിച്ച മന്ത്രി പറഞ്ഞു. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരമായി തുടർന്നു വരികയാണ്. നാടിന്റെ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളിൽ കുടുംബശ്രീ മികച്ച പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. സംരംഭക മിഷനുകളിൽ ഉൾപ്പെട്ട 4 ലക്ഷത്തോളം സംരംഭകരിൽ 1.25 ലക്ഷത്തോളം വനിതാ സംരംഭകരാണ്. ഇത് നാടിന്റെ വികസന പ്രവർത്തനങ്ങളിൽ സ്ത്രീ സമൂഹത്തിന്റെ പങ്കാളിത്തമാണ് വ്യക്തമാക്കുന്നതെന്ന് ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കി. ഇവിടെ സൂചിപ്പിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത് ആ ചെക്ക് മേടിക്കുന്ന സന്ദർഭത്തിൽ ഞാൻ ആ മീറ്റിങ്ങിലുണ്ട്. അപ്പം നമ്മുടെ പഞ്ചായത്ത് പണ്ട് മുതൽ തന്നെ ഇക്കാര്യങ്ങളിൽ നടത്തി വന്നിട്ടുള്ള കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ അത് മാതൃകാപരമായി തുടർന്നു വരുന്നു എന്നുള്ളത് വളരെ അഭിമാനകരവും നല്ല ഇൻവോൾവ്മെൻറ്റും നല്ല സാന്നിധ്യവും അതോടൊപ്പം നല്ല പ്രവർത്തനക്ഷമതയും കാര്യക്ഷമതയും എല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളത് ഈ പഞ്ചായത്തിൻ്റെ പൊതുവികസന പ്രവർത്തനങ്ങൾക്കും അത് കാരണമാകുന്നു എന്നുള്ളതിൽ സംശയമില്ല. 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കഞ്ഞിക്കുഴി കുടുംബശ്രീ CDSന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നീർനാക്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ ഉഷാ മോഹനൻ, സിൽവി സോജൻ, അനിറ്റ് ജോഷി, പ്രദീപ് MM, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഷിബു ശിവൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അതുല്യ V കുമാർ, CDS ചെയർപേഴ്സൺ ബിന്ദു സലിംകുമാർ, കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ പുഷ്പ തോമസ്, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി അനിൽജിത്ത് KA എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. മൂന്നാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ BLOമാർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം മുൻ MLA AK മണി ഉദ്ഘാടനം നിർവഹിച്ചു. SIR നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി BLOമാർ വോട്ടർമാരുടെ വീടുകളിലേക്ക് എത്തുമ്പോൾ UDF വോട്ടുകൾ കൃത്യമായി നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് ഓരോ വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുത്ത BLOമാർക്ക് പ്രത്യേക പരിശീലനം സംഘടിപ്പിച്ചത്. വിവിധ ബൂത്തുകളിൽ നിന്നുള്ള 80ഓളം പേർക്കാണ് പരിശീലനം നൽകിയത്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിജയകുമാർ അധ്യക്ഷത വഹിച്ച യോഗം
KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം മുൻ MLA AK മണി ഉദ്ഘാടനം ചെയ്തു. ഇതെല്ലാം കാരണവും നീക്കിയതാ யாரும் என்னுடைய தனிப்பட்ட உழைப்பு திறமைக்காக கிடைச்ச கேரளத்தில் தொழிலாளியும் குடும்பத்தில் பிறந்த எனக்கு கிடைச்சதாக எனக்கு அதனுடைய சொந்த உழைப்பு திறமை ஒரு காலமும் ஒரு இடத்துலையும் நான் வாதாடலை. எல்லாருக்கும் உரிமையாளர்கள் நீங்கள் தான் இங்கே இருக்கக்கூடிய வாக்காளர்கள் അതുപോലെ INTCയുടെ തൊണ്ടர்கள் സേവ ചെയ്ത് കൊണ്ടിരിക്കുന്ന എല്ലാ എസ്റ്റേറ്റിലെ ഉൾപ്പെടെ കൺവീനറുകൾ ഉൾപ്പെടെ എല്ലാവരും. പരിപാടിയിൽ വെച്ച് KPCC വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട റോയ് കെ പൗലോസ്, രാഷ്ട്രീയകാര്യ സമിതി അംഗം AK മണി എന്നിവർക്ക് സ്വീകരണം നൽകി. ഇതോടൊപ്പം രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വിവിധ പഞ്ചായത്തുകളിൽ നിന്നുമായി 14,000-ഓളം ഒപ്പുകൾ ശേഖരിച്ച നേതൃത്വത്തിന് കൈമാറി. പരിപാടിയിൽ റോയ് കെ പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി. മറ്റു കോൺഗ്രസ് നേതാക്കന്മാരായ G മുനിയാണ്ടി, D കുമാർ, K കറുപ്പുസ്വാമി, ജയരാജ, മുഹമ്മദ് ഇസ്മായിൽ, മുരുകയ്യ, സേതുരാമൻ, വേൽമണി, നെൽസൺ, AP പൗണ്ട്രാജ്, നല്ലമുത്ത് എന്നിവരും മറ്റു ഭാരവാഹികളും സംസാരിച്ചു. സിറ്റി വിഷൻ മൂന്നാർ. LDF കാഞ്ചിയാർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വികസന വിളംബര റാലി നടത്തി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ 5 വർഷക്കാലം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയ വികസനക്ഷേമ പദ്ധതികൾ ബഹുജനങ്ങളിൽ എത്തിക്കുന്നതിനും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുമാണ് വിളംബര ജാഥ സംഘടിപ്പിച്ചത്. CPM കാഞ്ചിയാർ ലോക്കൽ സെക്രട്ടറി VV ജോസ് ക്യാപ്റ്റനും വിജയകുമാരി ജയകുമാർ വൈസ് ക്യാപ്റ്റനുമായ ജാഥയാണ് പര്യടനം നടത്തിയത്. VR ശശി, CPI സംസ്ഥാന കമ്മിറ്റി അംഗം അടക്കമുള്ള LDF നേതാക്കൾ ജാഥയിൽ പങ്കെടുത്തു. സേനാപതി മാർ ബേസിൽ സ്കൂളിൽ NCC യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ ഏകതാ ദിനം ആചരിച്ചു. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമാണ് രാജ്യത്തെ രാഷ്ട്രീയ ഏകതാ ദിനമായി ആചരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ വല്ലഭായ് പട്ടേലിന്റെ പങ്കിനെക്കുറിച്ചും രാജ്യത്ത് ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിൽ NCC കേഡറ്റുകൾക്കുള്ള പങ്കിനെക്കുറിച്ചും പ്രധാന അധ്യാപിക ഡെയ്സി മാത്യു വിദ്യാർത്ഥികളുമായി സംസാരിച്ചു. രാഷ്ട്രീയ ഏകതാ ദിനത്തിന്റെ പ്രതിജ്ഞ എല്ലാവരും ഏറ്റുചൊല്ലി. തുടർന്ന് സേനാപതി സിറ്റിയിലേക്ക് യൂണിറ്റിന്റെ റൺ സംഘടിപ്പിച്ചു. 33ാമത് കേരള ബറ്റാലിയനിൽ നിന്നുള്ള ഹവിൽദാർ MI രാജ യൂണിറ്റി റൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. അധ്യാപകരായ എബിൻ K ജോണി, NCC ഓഫീസർ റീജ KE തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ സേനാപതി. മൂന്നാറിൽ നടക്കുന്ന ഉപജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SPCയുടെയും മൂന്നാർ പോലീസിന്റെയും നേതൃത്വത്തിൽ ലഹരിക്കെതിരായ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സ്കൂളിൽ ടേബിൾ ടെന്നീസ് അടക്കമുള്ള വിനോദ ഉപാധികൾ ഒരുക്കി. സേ നോ ടു ഡ്രഗ്സ്, സേ ടു സ്പോർട്സ് ആൻഡ് ഗെയിംസ് എന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ SPC കേഡറ്റുകളുടെയും മൂന്നാർ പോലീസിന്റെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ലഹരി ഉപേക്ഷിക്കുന്നതിനൊപ്പം പുതിയ തലമുറയെ കായിക വിനോദങ്ങൾ ലഹരിയായി മാറ്റുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി സ്കൂളിലെത്തുന്ന കുട്ടികൾക്കായി ടേബിൾ ടെന്നീസ്, ചെസ്, മറ്റ് വിനോദ ഉപാധികൾ എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മുടെ 3-4-5 നവംബർ 2025 മൂന്നാർ സബ് ഡിസ്ട്രിക്ട് കലോത്സവം നടക്കുവാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ സ്കൂളിലെ SPC സ്റ്റുഡൻസ് നമ്മുടെ മൂന്നാർ പോലീസ് സ്റ്റേഷനിലും പോലീസ് സ്റ്റേഷനിൽ ചേർന്ന് ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻ സ്കൂളിൽ നടത്തുന്നുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് നമ്മുടെ സർക്കാർ തന്നെ ആൻറ്റി ഡ്രഗിനെ ഫോക്കസ് ചെയ്താണ് സ്കൂളുകളിൽ പോകുന്നത്. കുട്ടികൾ ഇതിൽ നിന്നും വിമുക്തരായി നല്ല രീതിക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ സ്കൂളുകൾക്കാണ് ആദ്യം ഇമ്പോർട്ടൻറ്റ് റോൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിൻ്റെ നേതൃത്വത്തിൽ മൂന്നാർ പോലീസ് സ്റ്റേഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഡ്രഗ്സിനെതിരായിട്ടുള്ള പ്രോഗ്രാമാണ് സേ നോ ടു ഡ്രഗ്സ്, സേ യെസ് ടു സ്പോർട്സ് ഓർ ഗെയിംസ്. ഈ പ്രോഗ്രാമിൽ ഇന്ന് നമുക്കറിയാം ലഹരി നമ്മുടെ സമൂഹത്തിലൊരു മാരക വിപത്തായിട്ട് മാറിയിരിക്കുകയാണ്. ആ വിപത്തിനെ തടയുന്നതിന് വേണ്ടി നമ്മൾ സ്പോർട്സിൽ അല്ലെങ്കിൽ ഗെയിംസിൽ ലഹരി കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ മൂന്നാർ പോലീസ് ഈ സംരംഭം SPCയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത്.
ലഹരി സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് വിവരിക്കുന്ന പോസ്റ്റർ പ്രദർശനവും ഇതോടൊപ്പം ഒരുക്കിയിരുന്നു. നിരവധി വിദ്യാർത്ഥികളാണ് SPC പോലീസും ചേർന്നൊരുക്കിയ വ്യത്യസ്തമായ വിനോദങ്ങളിൽ പങ്കെടുത്തത്. സിറ്റി വിഷൻ, മൂന്നാർ. DNC 90 ഉപഭോക്താക്കൾക്കായി സെമിനാർ സംഘടിപ്പിച്ചു. നെടുങ്കണ്ടം അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് കാർഷിക സെമിനാറും സംരംഭക സംഗമവും സംഘടിപ്പിച്ചത്. ലാഭവിഹിതം ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തരംഗം 2025 എന്ന പേരിൽ ജില്ലയിലാകെ കർഷക സെമിനാറുകൾ സംഘടിപ്പിച്ചു വരുന്നത്. അമിത രാസവളത്തിന്റെയും കീടനാശിനികളുടെയും ഉപയോഗം മൂലം മണ്ണിന്റെ സ്വാഭാവിക ഘടന നഷ്ടപ്പെടുകയും അഴുകൽ പോലുള്ള രോഗങ്ങൾ പടർന്നു പിടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കെമിക്കലുകളുടെ ഉപയോഗം ഒഴിവാക്കി DNC 90യും അനുബന്ധ വളങ്ങളും എത്രത്തോളം പ്രയോജനകരമാണെന്ന് കർഷകരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. DNC 90ന്റെ ഉപയോഗത്തിലൂടെ മികച്ച റിസൾട്ടാണ് ലഭിക്കുന്നതെന്ന് കർഷകരും സാക്ഷ്യപ്പെടുത്തുന്നു. യോഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്ക് 1560 രൂപ വിലയുള്ള മോഡേൺ ബയോടെക്നോളജി വളങ്ങൾ സമ്മാനമായി നൽകി. ടീം ലീഡർ അജേഷ് വർഗീസ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സാജു, സജികുമാർ, ജോസ്ന, സേവിയർ മാത്യു, ദിലീപ് ഖാൻ, സിബിച്ചൻ, ആശ, ജാസ്മിൻ, അമ്പിളി, ബിനു KJ, ചാക്കോച്ചൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 9.6 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. ഏവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 11,135 രൂപ, പവന് 89,080 രൂപ, വെള്ളി ഗ്രാമിന് 163 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാന സർക്കാർ ജില്ലയിൽ വൻകിട വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയതിലൂടെ ഇടുക്കി കൂടുതൽ മിടുക്കിയാകുന്നുവെന്ന പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. അടിമാലി ലക്ഷം വീട് ഭാഗത്ത് ദേശീയപാതയോരത്തുണ്ടായ മണ്ണിടിച്ചിലിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നു. അതേസമയം മണ്ണിടിച്ചിലുണ്ടായതിനു സമയം രൂപം കൊണ്ടുള്ള വിള്ളൽ ആശങ്കയുയർത്തുന്നു. 2018 പ്രളയത്തിൽ തകർന്ന റോഡ് പുനർനിർമ്മിക്കാത്തതിനെ തുടർന്ന് ഇടുക്കി കട്ടപ്പനയിൽ 30ഓളം കുടുംബങ്ങൾ ദുരിതത്തിൽ. റോഡ് നിർമ്മാണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ച 45 ലക്ഷം ചിലവഴിക്കാതെ നഷ്ടപ്പെടുത്തി. സഭയ്ക്ക് നീതി ഉറപ്പാക്കി തരുന്ന ഭരണാധികാരികൾ വിലമതിക്കപ്പെടുമെന്ന് യാക്കോബായ സഭ അധ്യക്ഷൻ ആബൂൺ മോർ ബസാലിയോസ് ജോസഫ് ബാവ. സഭയുടെ ദുർബല നിമിഷത്തിൽ സർക്കാർ കൂടെ നിന്നിട്ടുള്ളത് മറക്കില്ലെന്നും അദ്ദേഹം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.